സംസ്ഥാനത്ത് കോഴിയിറച്ചി വിൽപ്പന റെക്കോർഡിൽ പുതുവർഷ തലേന്ന് വിറ്റത് 32 ലക്ഷം കിലോ കോഴിയിറച്ചിയാണ്. പക്ഷിപ്പനിയും വിലവർധനയും ഒന്നും തിരിച്ചടിയായില്ല. പക്ഷിപ്പനി സ്ഥിരീകരിക്കപ്പെട്ട ആലപ്പുഴയിൽ 1.5 ലക്ഷം കിലോ ഇറച്ചി വിറ്റു. പക്ഷിപ്പനിയും അതുപോലെ തന്നെ വിലവർധന ഉണ്ടായിട്ട് പോലും മറ്റ് ഇതര വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ന്യൂ ഇയറിന് ഏറ്റവും കൂടുതൽ സെയിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ട്, പക്ഷേ അതിനൊക്കെ സാധനം കിട്ടാനില്ല എന്നുള്ളതാണ് പരമയാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ എല്ലാ സ്റ്റേറ്റിലും കേരളത്തിന് മുകളിലാണ് റേറ്റ്. അതുകൊണ്ട് ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് ഇങ്ങോട്ട് കോഴി വരാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തണുത്ത കാലാവസ്ഥയായതിനാൽ വടക്കേ ഇന്ത്യയിലും കോഴി ഇങ്ങോട്ട് വരാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കോഴിക്കും മുട്ടയ്ക്കും 15-ാം തീയതി വരെയെങ്കിലും വില വർദ്ധിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അശ്വിൻ പാലാഴി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, കേരള പോൾട്രി ഫൗണ്ടേഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോഴാണല്ലോ റെക്കോർഡ് വിൽപ്പന ഈ പുതുവർഷ തലേന്ന് കോഴിയിറച്ചിയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ സാധാരണ നിലയിൽ പക്ഷിപ്പനിയൊക്കെ ഉണ്ടാകുമ്പോൾ കോഴിയിറച്ചി വിൽപ്പനയ്ക്ക് കാര്യമായി അല്ലെങ്കിൽ നേരിട്ടതിനെ ബാധിക്കാറുണ്ട്. ഈ പുതുവർഷത്തിൽ അങ്ങനെ ഉണ്ടായില്ല. പക്ഷിപ്പനി ഭീഷണി ഉണ്ടായിരുന്നു, വിലവർധന ഉണ്ടായിരുന്നു. എന്തായിരിക്കാം ഇതിന് കാരണം? കേരള പോൾട്രി ഫൗണ്ടേഷൻ ഇതിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ജി കെ, നിലവിൽ സാധാരണ നിലയിൽ ഒരു ദിവസം കേരളത്തിലാകെ വിറ്റുപോകുന്നത് 22 ലക്ഷം കിലോ ചിക്കനാണ്. ശരാശരി കണക്കാണ് അത്. ഹോട്ടലുകളിലേക്കും വീടുകളിലേക്കുമുള്ള വിൽപ്പനയുടെ കണക്കാണിത്. അതിനും 10 ലക്ഷം കിലോ കൂടുതലാണ് പുതുവത്സര തലേന്ന് കേരളത്തിൽ ആകെ വിറ്റ കണക്ക്. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചും 10 ലക്ഷം കിലോ കൂടുതലാണ് എന്നുള്ളതാണ് നിലവിൽ ഫെഡറേഷന്റെ കണക്കുകൾ പ്രകാരം മനസ്സിലാകുന്നത്. അതിൽ അത്ഭുതപ്പെടുത്തുന്ന കണക്ക് ആലപ്പുഴയിൽ തന്നെയാണ്. ആലപ്പുഴയിൽ ഈ ചിക്കൻ നിരോധനമൊക്കെ ഏർപ്പെടുത്തി പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചിക്കൻ നിരോധനം ഉണ്ടായിരുന്നു. ആ നിരോധനം നീക്കിയത് പുതുവത്സര തലേന്ന് രാത്രി വൈകുന്നേരം 6 മണിയോടുകൂടിയാണ്. അതിനുശേഷം മാത്രം വിറ്റ ചിക്കന്റെ കിലോ കണക്കാണ് 1.5 ലക്ഷം കിലോ എന്നുള്ളത്. അതായത് നിരോധനത്തിന് പിന്നാലെ അത്രയധികം ചിക്കൻ ആലപ്പുഴയിൽ നിന്ന് മാത്രം വിറ്റുപോയിട്ടുണ്ട്. അതിൽ മറ്റേ കണക്കുകൾ നോക്കിയാൽ 3 ജില്ലകളാണ് ഏറ്റവും കൂടുതലുള്ളത്. എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ്. അവിടെ 3.5 ലക്ഷം കിലോ വീതം വിറ്റുപോയിട്ടുണ്ട്. ഏറ്റവും കുറവ് വയനാട്ടിലാണ്. അവിടെ 84,000 കിലോ മാത്രമാണ് വിറ്റത്. അതായത് ഇത്തരത്തിലുള്ള നിരോധനങ്ങളും പക്ഷിപ്പനിയും വിലവർധനവും ഒക്കെ വന്നാലും ആളുകൾക്ക് ചിക്കനോടുള്ള ഒരു ഭ്രമം കൂടി എന്നുള്ളതാണ് നിലവിൽ ഈ ഫെഡറേഷന്റെ കണ്ടെത്തൽ. അതായത് അൽഫാമായും മന്തിയായും അങ്ങനെയുള്ള മറ്റു വിഭവങ്ങളായി ഈ ചിക്കനെ കൂടുതലായി ആളുകൾ വീട്ടിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ കൂടുതൽ ഹോട്ടലുകളെ ആശ്രയിച്ചും കടകളെ ആശ്രയിച്ചും വാങ്ങുന്നു എന്നുള്ളതാണ് നിലവിൽ ഫെഡറേഷൻ ഇതിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ചിക്കന്റെ ലഭ്യതയും കുറവാണ്. ജിക്ക്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.